ഓം മഹത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. നമ്മുടെ ജാതകത്തില് പണക്കാരനാകാനുള്ള യോഗമുണ്ടോ? ഇതെങ്ങനെ തന്നെത്താനെ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള 1-2 റൂളുകൾ നമുക്ക് നോക്കാനുണ്ട്. അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ 400-ൽ കൂടുതൽ വീഡിയോകൾ ഉണ്ട്. അതിൽ പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണ സഹിതം പറയുന്ന പാടലുകളോടടക്കം പറയുന്ന വീഡിയോകളാണ്. പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ടിപ്സുകൾ അടങ്ങിയ വീഡിയോകളാണ്. ലൈവ് വീഡിയോകൾ നിങ്ങൾക്ക് പൂർണ്ണമായി പഠിക്കാനുള്ള പാഠങ്ങളുമാണ്. വളരെ റെയറായിട്ട് മാത്രം പലരും പറയുന്ന പല കാര്യങ്ങളും ഈ ചാനലിലുണ്ട്. ഇതിലുള്ള വീഡിയോകൾ മാത്രം കണ്ടാലും നിങ്ങൾ ഒരു ഹാഫ് അസ്ട്രോളജർ ആകാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നോക്കാൻ പോണത് ആര് പണക്കാരനാകുന്നു. പണം, സമ്പത്ത് ഇതിനെ കുറിക്കുന്ന ഗ്രഹമാണ് ഗുരുവും ശുക്രനും. ശുക്രൻ ലക്ഷറിയുടെ കാരകനാണ്. വ്യാഴം പണത്തിന്റെയും കാരകനാണ്. ശുക്രനും പണം തരും, ഗുരുവും പണം തരും. ഇതിന്റെ വ്യത്യാസമുണ്ട്. സോഴ്സ്, ഏതിൽ നിന്ന് പണം കിട്ടും എന്നുള്ള സോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് മാത്രമല്ല, പെരും പണം, ഹെവി മണി ഗുരുവാണെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ ഉള്ളത് ശുക്രനെ എടുക്കാം. ഇനി ചന്ദ്രൻ കാലപുരുഷന്റെ 4-ാം ഭാവമാണ്. അതുകൊണ്ട് അതും പ്രധാനമാണ്. നോക്കിയേ, കാലപുരുഷന്റെ ലഗ്നം മേഷം, അതിന്റെ 4-ാം ഭാവം ചന്ദ്രൻ. മാതാസൂർ മാതുലഭാഗനെ ക്ഷേത്രം സുഖം വാഹനമാസനഞ്ച ലാളിത്യം ശയനഞ്ച വൃദ്ധി പശുവാധികം വേഷമഹം ചതുർത്ഥം എന്ന് പറയുമ്പോൾ വീട്, വസ്തു, വാഹനം, വണ്ടി, അമ്മ വഴിയായിട്ടുള്ള സ്വത്തുക്കൾ, ഇതൊക്കെ ചന്ദ്രനെ കാണിക്കാം. അപ്പൊ ചന്ദ്രൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2-ാം ഭാവം നോക്കിയേ, കാലപുരുഷന്റെ ശുക്രനാണ്. 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ പണം, സമ്പത്ത്, വിദ്യാഭ്യാസം. അപ്പൊ 2-ാം ഭാവം പണമാണ്. ഇനി 7-ാം ഭാവം ഭാര്യ വഴി വരുന്ന പണം മാത്രമല്ല, നമ്മൾ തന്നെത്താനെ ചെയ്യുന്ന ബിസിനസ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയില്ലേ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, സ്വന്തം സ്ഥാപനം, സെൽഫ് എംപ്ലോയ്മെന്റ് പോലുള്ള ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ധനം 7-ാം ഭാവത്തുള്ള ശുക്രനെ കൊണ്ട് കാണിക്കും. കസ്റ്റമേഴ്സ് ആണ്, ക്ലയൻസ് ആണ് 7-ാം ഭാവം. 9-ാം ഭാവം, 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യം കൊണ്ട് വരുന്ന ധനം. അച്ഛൻ 9-ാം ഭാവം ആയതുകൊണ്ട് പൈതൃകമായി കിട്ടുന്ന ധനം, ഭാഗ്യം കൊണ്ട് വരുന്ന ധനം, നമ്മൾ ഉழைക്കാതെ വരുന്ന ധനം, നമ്മൾ വല്ല കോച്ചിങ് ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന പണം, ആത്മീയമായ മേഖലകളിൽ ഈടുപെട്ട് കിട്ടുന്ന പണം, ആരെങ്കിലും കോൺട്രിബ്യൂഷൻസ് ആയിട്ട് തന്നിട്ട് നമ്മൾക്ക് ലഭിക്കുന്ന പണമൊക്കെ പറയാം. ഇവിടെ വ്യാഴം കണ്ടില്ലേ, 11 എന്ന് പറഞ്ഞാൽ ഈ 9-ാം ഭാവം കൊണ്ട് തന്നെ പണത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ലോണം ചെയ്തിട്ട് അതിൽ നിന്ന് റെഗുലർ ആയിട്ട് നമ്മൾ ഉழைക്കാതെ, നമ്മൾ വീണ്ടും കൂടുതലായിട്ട് എവറി ഡേ കഷ്ടപ്പെടാതെ നമ്മളൊരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റെഗുലർ ആയിട്ട് റിട്ടേൺ വരികയാണെങ്കിൽ അത് ഗുരുവിനെ കാണിക്കും. അത് 9-ാം ഭാവം കാണിക്കും. അപ്പൊ ശുക്രൻ 12-ാം ഭാവാധിപനുമാണ് കേട്ടോ ഗുരു, അത് ഓർത്തോണം, വ്യയാധിപനും കൂടിയാണ്. ഇവിടെ 9-ാം ഭാവം, ഈ സ്ഥാനത്ത് ഗുരു നിൽക്കേ, കാലപുരുഷൻ തന്നെ 9-ൽ ഗുരു നിന്നിട്ട് അത് നോക്കണ സ്ഥാനമായിട്ടുള്ള 3-ല് ശുക്രനും ചന്ദ്രനും നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ 2-ാം ഭാവാധിപന് 9-ാം ഭാവാധിപന്റെ ദൃഷ്ടി, 4-ാം ഭാവാധിപന് 9-ാം ഭാവാധിപന്റെ ദൃഷ്ടി. ചുരുക്കി പറഞ്ഞ 9-ലേക്ക് 2-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനും നോക്കുന്നു. ഇത് അത് വളരെയധികം ഗുണമുള്ള ഒരു യോഗമാണ് കാലപുരുഷ തത്വം അനുസരിച്ചിട്ട്. അതായത് കാലപുരുഷ തത്വത്തിൽ പറയുന്ന അനുസരിച്ചിട്ട് 3-ാം ഭാവം ഉയർച്ച സ്ഥാനം, അതായത് നമ്മളുടെ
അധ്വാനം, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ കഷ്ടപ്പെടൽ മൂന്നാം ഭാവത്തെ കൊണ്ടാണ് പറയേണ്ടത്. മൂന്നാം ഭാവത്തില് രണ്ടാം ഭാവാധിപന് ഇരുന്നാൽ ധനത്തിന് വേണ്ടി കഷ്ടപ്പെടും. നാലാം ഭാവാധിപന് ഇരുന്ന് കഴിഞ്ഞാല് സമ്പത്ത് ഉണ്ടാക്കാനും വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനും വസ്തു വാങ്ങിക്കാനും ഒക്കെ കഷ്ടപ്പെടും, അല്ലെങ്കിൽ ട്രൈ ചെയ്യും. കഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോ വ്യാഴത്തിന്റെ ദൃഷ്ടി, ഒമ്പതാം ഭാവാധിപൻ ഭാഗ്യാധിപന്റെ ദൃഷ്ടി, ഭാഗ്യം, ആ കഷ്ടപ്പെടലില് ഒരു സമയത്ത് ഭാഗ്യം വരും എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും ആരെങ്കിലും സപ്പോർട്ടുകൾ കിട്ടും, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും. കസ്റ്റമേഴ്സൊക്കെ, ബിസിനസ് ആണെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ വന്നിട്ട് ആ അവരുടെ സപ്പോർട്ടും ഭാഗ്യത്തിന്റെ തുണയും കൊണ്ട് ഒരു സമയത്ത് രക്ഷപ്പെടുമെന്നർത്ഥം. ചുരുക്കി പറഞ്ഞ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ 9-ൽ ഗുരു, 3-ൽ ശുക്രൻ, 3-ൽ ചന്ദ്രൻ, 9-ൽ ഗുരു, 3-ൽ ശുക്രൻ, 3-ൽ ചന്ദ്രൻ ഇരുന്നാൽ തന്നെ അതൊരു നല്ല യോഗമാണ്. ഇതല്ലാതെ രണ്ടാം ഭാവാധിപനോ നാലാം ഭാവാധിപനെയോ ഒരു ജാതകത്തില് ശത്രു അല്ലാത്ത 9-ാം ഭാവാധിപൻ വീക്ഷിക്കുകയാണെങ്കിൽ, രണ്ടാം ഭാവാധിപനെയോ നാലാം ഭാവാധിപനെയോ പവർഫുൾ ആയിട്ടുള്ള ശത്രു അല്ലാത്ത 9-ാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്യുകയാണെങ്കിൽ, അതായത് ഭാഗ്യാധിപന്റെ ദൃഷ്ടി രണ്ടാം ഭാവാധിപനോ നാലാം ഭാവാധിപനോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ അറിയായിരിക്കും നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്, അതൊരു ധനയോഗമാണ്. ഒന്നുകൂടി പറയാം, രണ്ടാം ഭാവാധിപനെ, അതായത് ധനം തരുന്ന ആളെ 9-ാം ഭാവാധിപൻ നോക്കുകയാണെങ്കിൽ, അതായത് ഭാഗ്യത്താൽ ധനം ഉണ്ടാവുമെന്ന് കാണിക്കും. നാലാം ഭാവാധിപനെ 9-ാം ഭാവാധിപൻ നോക്കുകയാണെങ്കിൽ അവിടെയും ഭാഗ്യത്താല്, പുണ്യത്താൽ, ഭാഗ്യത്താല് വീട് വസ്തു വാഹനം ഉണ്ടാവുമെന്ന് എടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ ജാതകത്തില് 9th ലോഡ് സെക്കൻഡ് ഹൗസിന്റെ ലോഡിനെയും 4th ഹൗസിന്റെ ലോഡിനെയും നോക്കുന്നുണ്ടെങ്കിൽ, രണ്ടാം ഭാവാധിപനെയും നാലാം ഭാവാധിപനെയും 9-ാം ഭാവാധിപൻ നോക്കുന്നുണ്ടെങ്കിൽ, അത് പവർഫുള്ളായ സ്ഥാനത്ത് നിന്നാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സമയത്ത് ഈ ഇവരുടെ ദശാപഹാരങ്ങളിൽ സമ്പത്ത് നേടും. ദശകൾ വന്നം കേട്ടോ, ദശയോ അപഹാരമോ വന്നം, ആ സമയത്ത് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അവിടെയും കുറെ കാര്യങ്ങൾ നോക്കണം. ആ സമയത്ത് കണ്ടകശനി, അഷ്ടമശനി, ജന്മവ്യാഴം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ആണെങ്കിൽ ആ ഡെവലപ്മെന്റ് തുലോം കുറവായിരിക്കുന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റിനെ കാണിക്കും. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങള് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സ്പീഡ് കുറയും, മൊമെന്റം കുറയും, എങ്കിലും സപ്പോർട്ട് ഉണ്ടാകും. ആ ദശാപഹാരങ്ങൾ നിങ്ങൾക്ക് ധനലബ്ധിയെ തരും. ഇത് ഒരു ബേസിക് റൂളാണ് പറഞ്ഞത്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് സബ് റൂളുകളെല്ലാം ചെക്ക് ചെയ്ത് പോകുമ്പോഴാണ് ഇന്റർവോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇത് മാത്രം നിങ്ങൾ എടുത്തിട്ട് പറഞ്ഞു, സ്ഥിര ആളുകൾക്ക് അറിയാൻ പറ്റും. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഈ റൂള് മാത്രം വെച്ച് നോക്കരുത്. ഇത് നോക്കിയിട്ട് സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള റൂളുകൾ ചെക്ക് ചെയ്ത് വരണം. റൂളുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരാശര വേഴ്സസ് കർമ്മ അസ്ട്രോളജി എന്ന ഒരു ലോങ് വീഡിയോ ഞാൻ ഒരു മണിക്കൂർ കൂടുതലുള്ള വീഡിയോ ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇനി നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങളുടെ ജാതകം നോക്കണം, ഫലം അറിയണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ ജ്യോതിഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീപ്പായിട്ട് അധികം ടൈം എടുക്കാതെ വലിപ്പിക്കാതെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിവിധ ക്ലാസ്സുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യശിവായ നമഃ.